ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വരുന്ന അറിയോ. ആദ്യമായിട്ട് ഞാൻ കുറെ ഇങ്ങനെ തപ്പി തപ്പി തപ്പിയിട്ട് അവസാനം വന്നെത്തി ഇവിടെ. അത് കുറെ കോഴ്സ് ശരി. നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് എടുക്കണ കോഴ്സ് ഇതാ. ആദ്യമായിട്ട് ട്രേഡിംഗ് പഠിക്കണം. പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ആരും കാണിച്ചു തരുന്നില്ല. ബാക്കിയുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പ്രോഫിറ്റും കാര്യം കാണിച്ചു തരുന്നില്ല. ഇവിടെ ആണെങ്കിൽ തീർച്ചയായും. നമുക്ക് നമ്മളെ മെന്ററും ഇപ്പൊ സാറാണിച്ചെങ്കിൽ നമുക്ക് എല്ലാ കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ അങ്ങനെ ഇല്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് ഒന്നും പറഞ്ഞു തരില്ല. നമുക്ക് എനിക്ക് ഒരു ട്രേഡ് എടുക്കാൻ പോലും അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ രീതിയിലൊക്കെ എത്താന്ന് വെച്ചാൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയല്ലേ. സംഭവം ഫേക്ക് അല്ല, ആരും അങ്ങനെ പറയുന്നില്ല. പഠിച്ച ഒരാളും അങ്ങനെ പറയില്ല. 100% ഉറപ്പുള്ള കാര്യങ്ങളാണ് പറയണല്ലോ. ഒരു 19-50 രൂപയ്ക്ക് കൊടുക്കേണ്ട കോഴ്സ് അല്ല സംഭവം ഒരു ബിഗിനറെ സംബന്ധിച്ച് അറിയോ. എല്ലാത്തവർക്ക് കാണുമ്പോൾ കൂടുതൽ പൈസ അങ്ങനെ ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന വന്നപ്പോൾ മനസ്സിലായി കിട്ടി എന്ന് ചെയ്യണ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടുകാരും ഒപ്പം ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ ഫ്രീഡം ആ പറഞ്ഞ സംഭവം ഉണ്ട്. അവ അങ്ങനെ എപ്പോഴും പറയുന്നു, എടാ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഞാൻ അങ്ങനെ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴും സ്ട്രെസ്സാണ്. ഞാനിപ്പോ ട്രേഡ് ചെയ്യുന്നുണ്ട്, സംഭവം ഡെമോ അക്കൗണ്ടിലാണ് ചെയ്യണത്. നാളെ 2 ദിവസം കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ട് എടുക്കും. പക്ഷെ എനിക്ക് ഓക്കെ. വലിയ സ്ട്രെസ് ആയിട്ടില്ല അറിയോ. ഞാൻ കൂളായിട്ട് ചെയ്യണം, ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ കൂളായിട്ട് ചെയ്യണം. ആ ഹലോ. എന്തൊക്കെ വിശേഷം അമലെ? സുഖം തന്നെ. അവിടെയോ? അവിടെ എങ്ങനെയുണ്ട് നാട്ടില്? എങ്ങനെയുണ്ട് കോഴ്സ് കാര്യങ്ങളൊക്കെ? ട്രൂ മണി കൺസെപ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉം. ചോദിക്കാനും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടോ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് അറിയണം. ആ ഫസ്റ്റ് നമ്മളെടുത്ത് അമല് പിന്നെ എനിക്കൊരു കോൺഫിഡന്റ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന അമല്. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർട്ട് കണ്ടാൽ തന്നെ നമുക്ക് നമ്മളെ കൺസെപ്റ്റ് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അറിയോ. ഞാൻ ആദ്യം ആ വന്ന സമയത്ത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, ആദ്യം ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു കോൺഫിഡന്റ് ഉണ്ട്. നമുക്കൊരു ചാർട്ട് കണ്ടാലും പിന്നെ അതുപോലെ തന്നെ അത് എങ്ങട്ടാ പോണ്, നമുക്ക് എവിടുന്ന് ട്രേഡ് എടുക്കണ്ട, എല്ലാ കാര്യങ്ങളും ഇപ്പൊ മനസ്സിലാക്കി തന്നു. അടിപൊളി. ഇപ്പൊ 100 200% കോൺഫിഡന്റ് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ മെയിൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത് കരിയർ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ വീട്ടുകാര് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല ഒരു ചെറിയ എതിർപ്പും കാര്യങ്ങളൊക്കെ. അവർക്ക് ഇതിനെ അതെ, അവർക്ക് അതിനെ ഓപ്പൺ പറ്റി നോളജ് അത്ര ഇല്ല ഉണ്ടാവില്ല. കാരണം ഇല്ല വെച്ചാൽ അവരെ ആ ഒരു ഇല്ല തലമുറക്ക് അറിയില്ലല്ലോ ഇത്. ഇല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇതിൽ എങ്ങനെയാണ് കാര്യങ്ങള് ഒക്കെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് എനിക്ക് കൂടുതലും എന്റെ പ്രൊഫഷനായിട്ടും കൂടുതൽ ഇപ്പൊ ഇഷ്ടം ഈ പ്രൊഫഷൻ അറിയോ. അത് ശരി. ഓക്കെ. കാരണം നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലായല്ലേ? ജസ്റ്റ് മനസ്സിലായി. പിന്നെ എന്നാലും മൊത്തമായിട്ട് പഠിച്ചില്ല പറയും, നമുക്ക് ഇനിയും കുറെ സാധനം കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എടുക്കാണ്ട്. അത് അതും കൂടി അതെ. ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ അമലെ, പിന്നെ അതുപോലെ തന്നെ ബ്രോ ഫസ്റ്റ് ടൈം ആണോ പ്രൊഫഷണലി ഒരു കോഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് സെക്കൻഡ് ടൈം ഞാൻ ആണോ? ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് വരുന്ന അറിയോ. ആദ്യമായിട്ട് ഞാൻ കുറെ ഇങ്ങനെ തപ്പി തപ്പി തപ്പിയിട്ട് അവസാനം വന്നെത്തി ഇവിടെ. അത് കുറെ കോഴ്സ് ശരി. നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് എടുക്കണ കോഴ്സ് ഇതാ. ആദ്യമായിട്ട് ട്രേഡിംഗ് പഠിക്കണം. അടിപൊളി. പിന്നെ അതിൽ ട്രൂ സെൻസിന് കുറെ കോഴ്സുകൾ തപ്പിയിട്ട് ട്രൂ സെൻസിന് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ബ്രോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടേ. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ഓഫ് നമ്മൾ ആദ്യം ഞാൻ ബ്രോന്റെ മറ്റേ ഇതുണ്ടല്ലോ സാറ്, നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി, അതെ അതെ, ടെലിഗ്രാം, അതിന് ഒഫീഷ്യൽ പിന്നെ ടെലിഗ്രാം. കുറെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ നല്ല റിസൾട്ട് ഉള്ള ഒരു ടീമാ മനസ്സിലായി. ഓക്കെ. ബാക്കി കുറെ ആൾക്കാർ നമുക്ക് നമ്മളെ ഈ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ആരും കാണിച്ചു തരുന്നില്ല. ബാക്കിയുള്ള അതെ നമ്മളെ അതെ. മെന്ററും ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പ്രോഫിറ്റും കാര്യം കാണിച്ചു തരുന്നില്ല. ഇവിടെ ആണെങ്കിൽ തീർച്ചയായും. നമുക്ക് നമ്മളെ മെന്ററും ഇപ്പൊ സാറാണിച്ചെങ്കിൽ നമുക്ക് എല്ലാ കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ അങ്ങനെ ഇല്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് ഒന്നും പറഞ്ഞു തരില്ല സംഭവം. ആ, എല്ലാം ഹൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. ഹൈഡ് ചെയ്യുന്ന പോലെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അറിയോ. നമുക്ക് എല്ലാ കാര്യം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ. സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ട്രൂ അപ്പൊ സെൻസിന്? ഇപ്പം ഞാനായി കഴിഞ്ഞാലും ആ നമ്മുടെ സപ്പോർട്ട് ഉണ്ട്, മെന്റേഴ്സ് നല്ല ആയാലും. രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഒരു ട്രേഡ് എടുക്കാൻ പോലും അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ രീതിയിലൊക്കെ എത്താന്ന് വെച്ചാൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയല്ലേ. പിന്നെ കൂടുതൽ തീർച്ചയായും പറയേണ്ട നമ്മുടെ ആവശ്യമില്ലല്ലോ. സപ്പോർട്ടും അതിന്റെ കൂടെ ബ്രോന്റെ ഡെഡിക്കേഷനും ഉണ്ട്. അതിനെയും കുറച്ച് ഉം. കാണരുത്. നിങ്ങളുടെ ആ ആഗ്രഹമാണ് ഏറ്റവും വലുത്. എന്നാൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഉം. ഒരാൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് പഠിച്ച് അവർക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉം. കൂടി ഉണ്ടാകുമ്പോഴല്ലേ അതിനൊരു പെർഫെക്ഷൻ വരുന്നുള്ളൂ. ആ അതിന് അത് തീർച്ചയായും ശരിയാണ്. ബ്രോന്റെ ആ ഒരു എഫേർട്ടും കൂടി ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെ. ഇപ്പൊ എന്താ തോന്നുന്നു ബ്രോ, നമ്മുടെ ഈ ടെലിഗ്രാം ചാനലിൽ കാണുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്ക്, ആ വോയിസ് നോട്ട് ആയാലും ആൾക്കാരുടെ ആ ഒരു വേർഡ്സ് ആയി കഴിഞ്ഞാലും ഫേക്ക് ആണ് തോന്നുന്നുണ്ടോ ബ്രോ? അത് ഫേക്ക് അല്ല. അതാരും ഫേക്ക്, സംഭവം ഫേക്ക് അല്ല, ആരും അങ്ങനെ പറയുന്നില്ല. പഠിച്ച ഒരാളും അങ്ങനെ പറയില്ല. എനിക്കിപ്പോ നിങ്ങളെ കൂടുതൽ അറിവ് എടുത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് പരിചയമായിട്ട് പറയാം, അത് ഫേക്ക് അല്ല സംഭവം. 100 200% ഉറപ്പുള്ള കാര്യങ്ങളാണ് പറയണല്ലോ.
തീർച്ചയായും നമുക്ക് ഇതിലേക്ക് തീർച്ചയായും ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള ഒരു സംഭവം തീർച്ചയായും അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഇത്ര രൂപ കോഴ്സിനുണ്ട് സംഭവം. ഇത് ശരിക്കും ഒരു 19-50 രൂപയ്ക്ക് കൊടുക്കേണ്ട കോഴ്സ് അല്ല സംഭവം, ഒരു ബിഗിനറെ സംബന്ധിച്ച് അറിയോ. നല്ല തീർച്ചയായും ഇതുള്ളതാണ്. ആ അത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഇതിൽ ഇറങ്ങി കഴിഞ്ഞവർക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് കാണുമ്പോൾ കൂടുതൽ പൈസ അങ്ങനെ ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന വന്നപ്പോൾ മനസ്സിലായി ഞാനിപ്പോ എത്രയാ അന്ന് 19,000 രൂപ കൊടുത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനായിട്ടും കൂടുതൽ കാര്യമുള്ള സാധനമാണ്. ഇപ്പൊ അതെ. മനസ്സിലായി സംഭവം. അവന്റെ അടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചോട്ടെ, ഇപ്പം ചില ആൾക്കാർ ആ പറയാറുണ്ട് 50,000 ഇന്ത്യൻ റുപ്പീസ് ഈ ഒരു കോഴ്സിനുള്ളത് ഓവർ പ്രൈസ് അല്ലേന്ന്. ഇനി അവന് പറ, അത് ഓവർ ആണോ അല്ലയോ? പഠിച്ച അത് നമ്മുടെ ഒരു ഓവർ സ്റ്റുഡന്റ്. പ്രൈസ് അല്ല. അത് ഓവർ പ്രൈസ് അല്ല ഞാൻ പറയുള്ളൂ. ഓവർ പ്രൈസ് നമുക്ക് അത്രയും പ്രൈസ് വേണം എന്തായാലും ഇതിനറിയോ. തീർച്ചയായും ആ നമ്മളെ സ്ട്രാറ്റജി വെച്ചാൽ അത്ര നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഞാനൊരു ബിഗിനറാ, എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇപ്പോ ഒരു ട്രേഡ് പഠിച്ചെടുക്കാനും ആ ട്രേഡ് പ്ലേസ് ചെയ്യാനും പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാനും പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ശരിയല്ലേ. തീർച്ചയായും എനിക്ക് തീർച്ചയായും ഇത് അറിയുന്നത് മനസ്സിലായില്ല. പിന്നെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സെറ്റ് ആവും സംഭവം. എനിക്ക് പിന്നെ ബിഗിനർ ആയതുകൊണ്ട് ഒരു ചെറിയ തപ്പിത്തരൊക്കെ ഉണ്ട്. എന്നാലും എവിടെ അതൊന്നും തുടങ്ങണം, കുഴപ്പമില്ലല്ലോ. നമ്മൾ അങ്ങനെ ട്രേഡ് പഠിക്കുക. എടുക്കണം. നമ്മളിപ്പോ നടക്കാൻ തുടങ്ങുമ്പോ തന്നെ എത്ര പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ നടക്കാൻ വേണ്ടി ആ പഠിക്കുന്നത്. എത്രത്തോളം വീഴുന്നു ഞാനിപ്പോ അത്രത്തോളം നമ്മൾ ഉം, അതിന് എന്താണ് അടുത്ത വീഴാതിരിക്കാനുള്ള ചാൻസസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യുക. അതുപോലെ ഓരോ ഉം, തവണയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആവുക ചെയ്യുന്നത് നിങ്ങൾക്ക്. അത് നമ്മൾ അതാണ്. കത്തിയൊക്കെ മൂർച്ച കൂട്ടുമ്പോൾ കാണുന്നത് എത്രത്തോളം നമ്മൾ ഇട്ട് ഉം, വരക്കുന്നു അത്രത്തോളം അതിന് ഷാർപ്പണായി വരും. അതുപോലെ ഇപ്പൊ എന്താണ് നമുക്ക് ഓരോ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മെന്ററിന്റെ അടുത്തേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ചാർട്ടൊക്കെ ആ, ആ. വരച്ചിട്ട് അയക്കാൻ പറയുന്നുണ്ടല്ലോ. അതൊരു 10 എണ്ണം പറഞ്ഞത് 20 എണ്ണം അയച്ചു കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ്? നമുക്ക് തന്നെ. അത്രേ ഉള്ളൂ ബ്രോ. അപ്പൊ അതുകൊണ്ടാ ഉം, പറഞ്ഞത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ടും നിങ്ങളുടെ ഡെഡിക്കേഷനും കൂടി ആവുമ്പോഴത്തേക്കും ഉം, നിങ്ങളുടെ ആ ഒരു റിസൾട്ടിന്റെ എക്സ്ട്രീം ലെവലിലേക്കാണ് അത് പോവാ. ഉം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് കോഴ്സ് എടുത്ത് February 10 പിന്നെ അന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആ ഡിലേ അതെ ആയിട്ട് അതെ ഇങ്ങനെ പോയി. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അത് തീർച്ചയായും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് അത് ഹോസ്പിറ്റലിൽ പോകണകാട്ടി മുമ്പ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച്. എന്നിട്ട് ഓക്കെ പിന്നെ മെയിൻ ആയിട്ട് അഡ്വാൻസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു 10 ദിവസം ഹോസ്പിറ്റലേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ സമയത്ത് ഒന്നും ഇതിനെ പറ്റി നോക്കുകയൊന്നും ചെയ്തില്ല. ഒന്നും ഓക്കെ നോക്കാണ്ട് പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം പിറ്റേ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ വീണ്ടും സെറ്റ് ആയി. മൊത്തം ഒരു 20 ദിവസം 25 ദിവസം എടുത്തിട്ടുണ്ടാവുള്ളൂ മൊത്തമായിട്ട് ഒന്ന് പഠിച്ചെടുക്കാം. ഓക്കെ അത്രയും ചെറിയ പിന്നെ ടൈം കൊണ്ട് തന്നെ അത്ര റെഡി ആയി. ചെറിയ ടൈം കൊണ്ട് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത്ര ചെറിയ ടൈം കൊണ്ട്. ചിലവരൊക്കെ പറയണത് കേട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം എടുത്തിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 3 ഓക്കെ മാസം എടുത്തത് നമ്മളിപ്പോ ഇത്രയും ചെറിയ ടൈമിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ ചില്ലറ കാര്യമല്ല. അത് ഈ കോഴ്സിന്റെ ഇതുള്ളതുകൊണ്ട് തന്നെയാ. വേറെ എവിടെ പോയാൽ നമുക്ക് ഇത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു മാസം കൊണ്ടൊക്കെ നമുക്കൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് മാറാൻ ആ വേണ്ടി പറ്റും എന്നുള്ളത് ഓൾറെഡി നമ്മള് അത് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടും ആൾക്കാർക്ക് വിശ്വാസം വരിക നിങ്ങളെ പോലെ വ്യത്യാസം പഠിക്കുന്ന വരില്ല അതാണ്. ആൾക്കാരുടെ വായിന്ന് കേൾക്കുമ്പോഴാണ്. ആ ബാക്കിയുള്ളവർക്ക് എന്താ മനസ്സിലാവും അത് നമുക്ക് എന്തോ മനസ്സിലാവില്ല സംഭവം. അത് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായിക്കോളും. തീർച്ചയായും ബ്രോ തീർച്ചയായും. ഉം. കാരണം നമുക്കത് അറിയാം. നമ്മളത് ആ കൃത്യമായിട്ട് അതിനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോ ഉം. ബ്രോനിപ്പം മനസ്സിലായി. ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ഞാൻ ഫോറക്സ്, ഇത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂന്ന്? ഞാൻ സംഭവം എന്റെ ഫ്രണ്ട് പഠിക്കുന്നുണ്ട് ഇങ്ങനെ. അവൻ പഠിച്ച സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുക നമ്മളെ മെന്റർ സാറുണ്ടല്ലോ, സാർ ഇങ്ങനെ ഇടയ്ക്ക് പറയും നമുക്ക് ചെറിയ ട്രേഡ് വേണ്ട. അവൻ എപ്പോഴും അവന്റെ ഇത് കാണിച്ചു തരുമ്പോൾ അവൻ ചെറിയ ചെറിയ ട്രേഡ് എടുക്കുക. പക്ഷെ നമ്മൾ ചെറിയ ട്രേഡ് ഓക്കെ എടുക്കാറില്ല. നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ നല്ല നമുക്ക് പറ്റിയ രീതി വരുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ സ്ട്രെസ്സും കാര്യങ്ങളും വാങ്ങിക്കാൻ നല്ലതല്ലേ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സാറും പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ആ രീതിയിലൊക്കെ പോകുമ്പോൾ ഇത് കോഴ്സ് നല്ല ബെറ്റർ കോഴ്സാണ്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സാറും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മെന്ററും ഉണ്ട്. പിന്നെ അതെ പേടിക്കേണ്ട തീർച്ചയായും. കാര്യമില്ലല്ലോ. അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കിപ്പം ഒരു ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുക എന്നതിലുപരി നമ്മൾ മെയിനായിട്ട് ആ പ്രൊഫഷണൽ ട്രേഡർ ആവുക നമ്മൾക്ക് TMC കോഴ്സിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഉം. ഡിസിപ്ലിൻ ട്രേഡർ ആവുക എന്നുള്ളതാണ്. എന്ന് അതാണ്. വെച്ചാല് നമുക്ക് തോന്നുന്ന പോലെ ട്രേഡ് എടുത്ത് കൂട്ടുക, ട്രേഡ് എടുത്തിട്ട് കൈവറുക്കുക, അമ്മാതിരി പരിപാടിയെല്ലാം ഉം. ഒഴിവാക്കിയിട്ട് നമുക്ക് ഒഴിവാക്കണം. എന്താണ് അത്രയും കൺഫേം ആയിട്ടുള്ള എൻട്രീസ് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉം. എന്താണ് നിങ്ങൾക്ക് ഹൈ ലോട്ട് സൈസ് വെച്ച് നല്ലൊരു പ്രോഫിറ്റ് അടിച്ച് സിക്സർ അടിക്കാൻ വിചാരിച്ചാലും വളരെ കൂളായിട്ട് പറ്റും. ബ്രോന് പറ്റുമോ? തോന്നുന്നുണ്ടോ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പണിയുണ്ട് ബ്രോന് തോന്നുന്നുണ്ടോ? ഇല്ല. സിമ്പിൾ ആയിട്ടുണ്ടാകാം.
അത്രയേ ഉള്ളൂ. അതെന്ന് വെച്ചാല് ഉം. വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് ഇത് പോട്ടെ ബ്രോ. ഇപ്പൊ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് USA പോലത്തെ കൺട്രീസില് ഒരു എന്താ പറയാ ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ സാലറിയില് പിന്നെ പട്ടിപ്പണി എടുത്തുകൊണ്ട് നിൽക്കണം. എവിടെയായാലും ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് എന്തായാലും ചെയ്തേ പറ്റും. ആ ഉം. രീതിയിൽ ചെയ്യുന്നതാണോ അല്ല വീട്ടിലിരുന്നോണ്ട് ഇത് ചെയ്യുന്നതാണോ ബ്രോന്റെ അഭിപ്രായത്തിൽ പറ്റും? വീട്ടിൽ ഇരുന്ന് ചെയ്യണ ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് വീട്ടുകാരും ഒപ്പം ഉണ്ടാവും, പിന്നെ അതുപോലെ നമുക്ക് നമ്മൾ ഫ്രീഡം ആ പറഞ്ഞ സംഭവം ഉണ്ട്. ഇന്നത്തെ തീർച്ചയായും കാലത്ത് തീർച്ചയായും. അതങ്ങനെ ഒരു ഹോട്ടലിൽ പോലെ ഞാൻ ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് അവിടെ ഈ സംഭവം ഇല്ല. നമുക്കൊരു ഒരു അടിമത്തം പോലെ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഉം. ഇതാകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ USA ലും അതേപോലത്തെ കൺട്രീസിലും നമുക്ക് ഉം. പൈസ ഉണ്ടാക്കിയിട്ട് വിസിറ്റ് ചെയ്തിട്ട് വരികയും ചെയ്യാം, എല്ലാ സ്ഥലവും കാണുകയും ഉം. ചെയ്യാം. ഇനിയിപ്പോ അവിടുന്ന് നല്ലൊരു കാണിക്കും. എൻട്രി കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് റിലാക്സ് ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് ജോലി എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പറഞ്ഞോളൂ ബ്രോ. തെറ്റാണ്. ഞാൻ ആദ്യം ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടാവുക. ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ഈ ട്രേഡ് ഓരോ ഈ ടെൻഷനുള്ള പരിപാടിയെ വിചാരിച്ചിരുന്നു. നമ്മൾ ഫ്രണ്ട് അവൻ ഇങ്ങനെ എപ്പോഴും പറയുന്നു, എടാ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഞാൻ അങ്ങനെ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴും സ്ട്രെസ്സാണ്. ഞാനിപ്പോ ട്രേഡ് ചെയ്യുന്നുണ്ട്, സംഭവം ഡെമോ അക്കൗണ്ടിലാണ് ചെയ്യണത്. നാളെ 2 ദിവസം കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ട് എടുക്കും. പക്ഷെ എനിക്ക് ഓക്കെ. വലിയ സ്ട്രെസ് ആയിട്ടില്ല, അറിയോ. ഞാൻ കൂളായിട്ട് ചെയ്യണേ, ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ കൂളായിട്ട് ചെയ്യണേ. അത്രയുള്ളൂ ബ്രോ. അതായത് ആ എൻഡ് ഓഫ് ദ എയിം നമ്മളതായാലും അംബാനിയുടേതായാലും യൂസഫ് അലി സാഹിബിന്റേതായാലും എല്ലാവരുടെയും എയിം നമുക്ക് എന്താണ് ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആകുക എന്നുള്ളതാണ്. അത് രണ്ട് ടൈപ്പിൽ നമുക്ക് ആകാം. ഒന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടാക്കാം, ഒന്ന് ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ചിരിച്ചുകൊണ്ടിരുന്നിട്ടും ആ ആകാം. അപ്പോ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം പൈസയൊക്കെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ കാര്യങ്ങൾ ബ്രോ. അധികം വലിയ ഇത്രയൊക്കെ ഉള്ളൂ. ടെൻഷൻ അടിച്ചിരിക്കാതെ തന്നെ ആ. നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉം, കിടു ഉം. പ്ലാറ്റ്ഫോം ഫോറക്സ്. അതിൽ ഇതേപോലത്തെ ഒരു കിടു കോഴ്സ് TMC കോഴ്സ്. രണ്ടിന്റെയും കോമ്പിനേഷൻ. ആ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ആലോചിക്കുന്ന സാർ, ഇപ്പൊ നിലവിലിപ്പോ ഡെമോക്കോണിൽ ട്രേഡ് ചെയ്യണം. അതിന് കുറെ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ഇത്ര പ്രോഫിറ്റ് വന്നാൽ അത് 50% വിഡ്രോ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ന്യൂസിന്റെ ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമായി വരുമൊക്കെ സാറ് പറഞ്ഞു തന്നു. ഞാനിപ്പോ 2 ദിവസം മുമ്പ് ട്രേഡ് എടുത്തതിൽ ഇന്നിപ്പോ രാവിലത്തെ CPI ന്യൂസിൽ അതിൽ കുറച്ച് ഡൗൺ ആയി. അപ്പൊ ഞാൻ അത് ഓൾറെഡി പ്രോഫിറ്റിൽ പോയിരുന്ന ട്രേഡ് ആയിരുന്നു. അപ്പൊ അതിന് ഓക്കെ. എനിക്ക് മനസ്സിലായി നമുക്ക് പ്രോഫിറ്റ് അത്യാവശ്യം വന്നിട്ട് 50% വിഡ്രോ ചെയ്തിട്ട് ബാക്കി ട്രേഡിന് വിട്ടാൽ മതിയായിരുന്നു തോന്നിപ്പോ. അങ്ങനെ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് എടുക്കാൻ പറ്റിപ്പോ. എന്താ വെച്ചാൽ പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല ആക്കിയ പൈസ നഷ്ടപ്പെടാതിരിക്കാനും കൂടി കൃത്യമായിട്ട് പഠിച്ചു നടത്തും. പഠിച്ച് വെറുതെ ആ വേണ്ടേ ബ്രോ. അങ്ങനെ ഓരോ അപ്പൊ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ ചെറിയ SL ആണിച്ചെങ്കിൽ നമ്മള് ലോട്ട് കൂട്ടിയിട്ട് അടിക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ. ഗുഡ് പിന്നെ ഗുഡ് ഗുഡ്. ഇങ്ങനെ പിന്നെ കൂടുതൽ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. നല്ലത് ബ്രോ. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഉം. ടെക്നിക്കലി കാര്യങ്ങളൊക്കെ അസിസ്റ്റോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എനി ടൈം നമ്മൾ കോൺടാക്ട് ചെയ്യും. ഫാസിലൊക്കെ പക്ക റെഡി ആയിരിക്കും. നിങ്ങളുടെ മെന്റേഴ്സ് ഒക്കെ ആ ഓൾവേസ് ശരി. റെഡിയാണ്, വില്ലിംഗ് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ അടുത്ത് ചോദിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, പഠിച്ചിട്ട് മുന്നോട്ട് പോവാം ബ്രോ. എന്നാലും ഉം. നിങ്ങൾ ആ ഒരു സ്വപ്നം കാണുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി പറ്റട്ടെ ബ്രോ. പിന്നെ നമ്മളും ഉണ്ടാവും പിന്നെ നിങ്ങളുടെ കൂടെ. നമ്മൾ പറയും. സാറ് ഫണ്ട് അക്കൗണ്ട് സാറ് പറഞ്ഞ പോലെ ആദ്യം ഒരു $100 റിയൽ അക്കൗണ്ട് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഫണ്ട് അക്കൗണ്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. അങ്ങനെ ചെയ്യണ കുറച്ചുകൂടി ബെറ്റർ അല്ലേ. നിങ്ങൾ ആദ്യം എന്താക്കുക, ഡെമോല് ചെയ്ത് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു $100 ഇട്ടിട്ട് ഒരു ആ, എന്താണ് നോർമൽ അക്കൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൽ മൈക്രോ ലോട്ട് ചെയ്താൽ മതി. കാരണം വെച്ചാൽ നമുക്ക് ഇതൊരു ചെയ്തു. പരീക്ഷണം മാത്രമാണ്, നമുക്ക് പൈസ ആക്കാൻ നമ്മൾ പരീക്ഷ തുടങ്ങിയില്ല. പൈസ ഉണ്ടാക്കി. അപ്പോ ഘട്ടം തുടങ്ങി. ഘട്ടമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അതിനുശേഷം നമുക്ക് ഫണ്ടഡ് ഉം. അക്കൗണ്ട് വലിയൊരു അക്കൗണ്ട് എടുത്ത്, കാരണം വെച്ചാൽ ഈ ചെറിയ ചെറിയ അക്കൗണ്ടുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. എന്ന് വെച്ചാൽ വലുത് ചെയ്യാൻ കൂടുതൽ. ഇതൊക്കെ എനിക്ക് ആകും എന്നുള്ളത്. ഇല്ലാതെ നമ്മൾ പഠിച്ചിറങ്ങി ഉടനെ തന്നെ വലിയൊരു അക്കൗണ്ടിലേക്ക് കൈവെക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുക ബ്രോ. ഒരു രക്ഷയില്ലാണ്ട് പെർഫോം ചെയ്യുക. അപ്പോ യെസ്. നമ്മളിപ്പോ ഓരോ സ്ക്രീൻഷോട്ട് ലൈവ് അക്കൗണ്ടിൽ ഈ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ സ്ക്രീൻഷോട്ട് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് എടുക്കുന്നതന്നെ. അപ്പോ അതുപോലെ അടുത്ത തന്നെ ഒരു ദിവസം അമലിന്റെ ലൈവ് അക്കൗണ്ടിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ടും എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരിക്കും അമലെ. സോ അത് യെസ്. ഉണ്ടാക്കി തരേണ്ടത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റും കൂടിയാണ്. സോ സെറ്റ് അല്ലേ, അത് യെസ്. പ്രോമിസ് അല്ലേ, എനിക്ക് ചെയ്തിട്ടില്ലേ? അതെന്തായാലും ഞാൻ ചെയ്തു തരും. 100 അല്ല 200% ചെയ്തു ബ്രോ, അത്രയൊക്കെ ഉണ്ട്, നമ്മളുണ്ട് കൂടെ. യെസ്. ഓക്കെ, എന്തായാലും കൊടുക്കേ. ഓക്കെ എന്നാ.
ഓക്കെ ബ്രോ, എന്തായാലും ഈ ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിടാ.